ഗ്ലൂട്ടഥൈന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഗ്ലൂട്ടഥൈൻ ഹെൽത്തുള്ളവരെ പോലെ ഈ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പറ്റിക്കണമെന്ന് ഞാൻ എത്ര നാളെ യൂസ് ചെയ്യുന്നു, എനിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് എന്താണ്, എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് പറയുന്നതിന് മുന്നേറ്റ് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊക്കെ പറയട്ടെ. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉള്ളൊരു പ്രോബ്ലം ആയിരിക്കില്ലേ പിഗ്മെന്റേഷൻ, അതുപോലെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ അൺഈവൻ സ്കിൻ ടോൺ, ഡൾനെസ്, അങ്ങനെയുള്ള ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും. അതിനൊക്കെയുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഗ്ലോ 500 mg ഗ്ലൂട്ടഥൈൻ പ്ലസ് വൈറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ജാപ്പനീസ് ഗ്ലൂട്ടഥൈൻ ആണ് കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്ത് നല്ല ഗ്ലോ ആയിട്ടുള്ള ഒരു റേഡിയൻ സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഫോമിലാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ജാപ്പനീസ് ഗ്ലൂട്ടഥൈൻ ആണ് കേട്ടോ. അത് 500 mg ആണ്. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അത് 40 mg ആണ് കേട്ടോ ഉള്ളത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ടോട്ടൽ ഷുഗർ എന്ന് പറയുന്നത് 0.24 ഗ്രാം ആണ് കേട്ടോ. അതും റോ ആഡഡ് ഷുഗർ, അത് കുറച്ചുള്ള കേട്ടോ. ആഡഡ് ഷുഗേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തിനു വേണ്ടി ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടഥൈൻ ചൂസ് ചെയ്യുന്നതാണ്. അതായത് മാർക്കറ്റിൽ ഒരുപാട് ഗ്ലൂട്ടഥൈൻസ് അവൈലബിൾ ആണ്. ഗ്ലൂട്ടഥൈനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം അല്ലേ? ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ഒന്നും അല്ല ഗ്ലൂട്ടഥൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഷീറ്റ് ന്യൂട്രിക്സ് തന്നെ എന്തിനു ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് 8 ആഴ്ചക്കുള്ളിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണും എന്നുള്ളത് ഡെർമറ്റോളജിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ ഷീറ്റ് ന്യൂട്രിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഗ്ലൂട്ടഥൈൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടഥൈൻ ആണ് കേട്ടോ. ജാപ്പനീസ് ഗ്ലൂട്ടഥൈൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർബ്സ് വെൽ. അതായത് മറ്റുള്ള ഗ്ലൂട്ടഥൈൻസിൽ വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. ഈ ഗ്ലൂട്ടഥൈനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്രീ ആന്റി ഓക്സിഡന്റ് റാഡിക്കൽസ് നമ്മൾ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് റിഡ്യൂസ് ചെയ്യാനായിട്ടും പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെലാനിൻ പ്രൊഡക്ഷൻ കാരണമാണ് നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷൻ വരുന്നത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ? നമ്മുടെ സ്കിന്നിന് ടോൺ കൊടുക്കുന്നത്, അതായത് ആ ഒരു കളർ കൊടുക്കുന്നത് മെലാനിൻ ആണ് കേട്ടോ. ആ മെലാനിന്റെ പ്രൊഡക്ഷനെ കുറച്ച്, അതായത് ഡൾ സെൽസിനെ കുറച്ച് ബ്രൈറ്റ് സെൽസിനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവാനും അതുവഴി സ്കിന്നിന് ഒരു 2-3 ഷെയ്ഡ്സ് വൈറ്റനാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പെട്ടെന്ന് തന്നെ ഗ്ലൂട്ടഥൈന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനും അതുപോലെ അതിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ പ്രീമിച്ചർ ഏജിംഗിൽ നിന്നും ഫൈൻ ലൈൻസിൽ നിന്നും ഒക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോഡിയിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും ഈ ഗ്ലൂട്ടഥൈൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇത് എങ്ങനെ കഴിക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 250 ml ഓഫ് വാട്ടർ എടുക്കുക. അതിനകത്തേക്ക് ഈ ഗ്ലൂട്ടഥൈൻ്റെ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ഡിസോൾവ് ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അത് ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവട്ടെ. ഡിസോൾവ് ആയതിനു ശേഷം മാത്രമേ ഇത് കുടിക്കാനായിട്ട് പാടുള്ളൂ. അതവർ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും അവർ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗ്ലൂട്ടഥൈൻ ലിക്വിഡ് ഫോമിലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ഗമ്മീസിനെ പോലെയല്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഗ്ലൂട്ടഥൈൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു തീർക്കാനാണ്. ഇനി ഇതിന്റെ ഫ്ലേവറിനെ കുറിച്ച് പറയാം. സ്ട്രോബെറി ലെമൺ ഫ്ലേവർ ആണ്. നല്ല ഫ്ലേവർ ആണ്. അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ആണ്. ഷേക്ക് അടിച്ച് കുടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പ്രൈറ്റ് ഒക്കെ കുടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെയാണ്. ഒരു സോഡ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുക. അതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാനായിട്ടും അത്യാവശ്യം നല്ല ടേസ്റ്റും ആണ് കേട്ടോ. പിന്നെ ഇത് കുടിക്കേണ്ട ഏത് ടൈമിലാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ നോർമലി രാവിലെയാണ് കുടിക്കാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഫുഡിന് ശേഷം നമ്മൾ മറന്നു പോകില്ല. കറക്റ്റായിട്ട് കഴിച്ചോളൂ. നൈറ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിച്ച് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പോകുമ്പോൾ ഞാനത് മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ രാവിലെയാണ് എടുക്കാറ്. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്, അതിന് കുഴപ്പമില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടെ. ഇല്ലെങ്കിൽ പണിയുണ്ട് സാധ്യത. അതുപോലെ ഒരു ടാബ്ലറ്റ് കൂടുതൽ ഒരു ദിവസം കഴിക്കാനും പാടില്ല കേട്ടോ. ഇനി ഞാൻ എന്റെ പേഴ്സണൽ റിവ്യൂയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാൻ എത്ര നാളായി യൂസ് ചെയ്യുന്നു, എനിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാണ്, ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. അതായത് അവർ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു തന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. യൂസ് ചെയ്തിട്ടുള്ള പേഴ്സണൽ റിവ്യൂ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ ഈ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പറ്റിക്കണമെന്നില്ല. എനിക്ക് സീരിയസ് ആയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആദ്യം പറയാതെ ഞാൻ കരുതി. ഇല്ലെങ്കിൽ പലരും പറയും പെയ്ഡ് പ്രൊമോഷന് പൈസ വാങ്ങിയിട്ട് നമ്മളെ പറ്റിക്കാൻ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവുന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 weeks ആവുന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന 8 weeks കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് ഒരു 2 weeks യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് എങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ എനിക്ക് ഫേസിലാണ് ഇത് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. ബോഡിയിലേക്ക്
ഓൾസോ ബോഡിയിലേക്കും കൂടി റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ ഫസ്റ്റ് യൂസിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫേസിൽ നല്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ കൈ വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. എൻ്റെ കൈയും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി നോക്കുക. നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. 2 വീക്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫേസിനെ ബ്രൈറ്റൻ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ മൗത്തിന് ചുറ്റും നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉള്ള ഒരാളാണ്. അതുപോലെ ഈ ഒരു നെറ്റിയുടെ ഭാഗം എല്ലാവർക്കും ഒട്ടുമിക്ക ഇന്ത്യൻ സ്കിൻ ടോണിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു നെറ്റിയുടെ ഈ ഒരു ഭാഗത്തും മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ. അതിനെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് പിഗ്മെന്റേഷൻ ഒന്ന് ഫെയ്ഡ് ആക്കി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ടിന്റെ കാര്യം, എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വരാത്തത് കൊണ്ട് എനിക്ക് ഡാർക്ക് സ്പോട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ തമ്മനയിൽ കൊടുക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മെഡിസിൻ എടുക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ എടുത്ത് വെച്ച ഫോട്ടോയാണ് കേട്ടോ. അതെങ്ങനെ എടുത്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ കാണിക്കണം. അത് അവർ പറഞ്ഞിട്ടുണ്ട്, ബിഫോറും ആഫ്റ്ററും നമ്മൾ കാണിക്കണം, കാണിച്ചിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ, ഇവിടെ ആയിട്ട് 2 പിമ്പിൾസ് ഉണ്ടായിരുന്നു. ആ പിമ്പിൾ വന്നിട്ട് അത്യാവശ്യം കുറച്ച് ദിവസം നിന്നിട്ട് അതങ്ങനെ പോവാത്ത ഒരു പിമ്പിളായിരുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഴുപ്പ് നിന്നിട്ട് പോവാതെ അങ്ങനെ നിൽക്കുകയാണ്. അത് എടുക്കാൻ തുടങ്ങിയത് പിമ്പിൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു പാട് പോലെ കാണുന്നുണ്ട്. ഡാർക്ക് സ്പോട്ടിനെ നന്നായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. ആ ഒരു സ്പോട്ടിനെ കുറച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു ചെറിയ സ്പോട്ട് പോലെ ഉണ്ട്, അതും നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് ഡാർക്ക് സ്പോട്ട്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഹൈപ്പ് കൊടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്ക് ഈ ഒരു 2 സ്പോട്ടും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് എടുത്ത് നോക്കേണ്ട കാര്യമാണ് എൻ്റെ ഫേസിലുള്ള ഒരു ഗ്ലോ. നിങ്ങൾക്കത് ഞാൻ ഒന്നും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഗൈസ്. ഒറ്റ പ്രൊഡക്റ്റ് പോലും ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് രാവിലെ ആയതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ ഭൂമെന്നിരിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൻ്റെ ആ ഒരു ഗ്ലോ നോക്കണം. അതായത് നമുക്കിങ്ങനെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ ഉണ്ടല്ലോ, അത് കിട്ടും കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലൂട്ടത്തൈനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഗ്ലൂട്ടത്തൈൻ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും കേട്ടോ. 3-4 ഫോംസിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് IV തന്നെയാണ് കേട്ടോ. അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിലൂടെയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പേടിയായിരിക്കുമല്ലോ. എന്നാൽ സെലിബ്രിറ്റീസ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് അത് തന്നെയാണ്. അവരുടെ സ്കിന്ന് പെട്ടെന്ന് വൈറ്റൻ ആവുന്നതും പെട്ടെന്ന് ഗ്ലോ ആവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. IV ആണെങ്കിൽ പോലും 4 സിറ്റിംഗ് എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു സിറ്റിങ്ങിന് എനിക്ക് 8,000 റുപ്പീസോ 6,000 8,000 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. നോർമൽ നമ്മളിപ്പോൾ സാധാരണക്കാരുടെ ഇതിൽ വരുന്നത് കേട്ടോ. സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുന്നത് വലിയ ക്ലിനിക്സിലൊക്കെ പോയിട്ട് നല്ല പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് തന്നെ അഫോർഡബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് നെവർ അഫോർഡബിൾ ഫോർ മീ. ഇപ്പോൾ ഇനി ഭാവിയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ ചിലപ്പോൾ വലിയ കോടീശ്വരിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ എനിക്ക് നിസ്സാരമില്ലേ അങ്ങനെ വേണ്ടി പറയാം. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് ഒരിക്കലും അഫോർഡബിൾ അല്ല. അപ്പോൾ ഒരു നോർമൽ പീപ്പിളിനെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1,980 രൂപയാണ് കേട്ടോ. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണമാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിനെ ബെറ്റർ ആക്കി എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരെണ്ണം തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷീപ്പ് ന്യൂട്രിക്സ് തന്നെയാണ് കേട്ടോ പറയുള്ളൂ. കാരണം ഞാൻ യൂസ് ചെയ്തത് അതാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുഴപ്പമില്ല. ഒരു 2,000 രൂപയൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. ഇതിനകത്ത് 20 ടാബ്ലറ്റ്സ് ആണുള്ളത്. അതായത് 20 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാവും. നമ്മൾ 80 ഡേയ്സ് മസ്റ്റ് ആയിട്ട് എടുക്കുക. 80 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ സ്കിന്നിനെ കെയർ ചെയ്യുക. അങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക. അതിനുശേഷം ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു സജഷനാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ സജഷനാണ്. ഒരു സാധനം നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാതെയായിരിക്കും നല്ലത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി ആൻഡ് ഹെൽത്ത്. നമുക്കത് അത്ര നല്ലതായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഗ്ലൂട്ടത്തൈൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഗ്ലൂട്ടത്തൈൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തൈൻ ഹെൽപ്പ് ചെയ്യുന്ന മെലാനിൻ പ്രൊട്ടക്ഷൻ കുറച്ചിട്ടാണ് നമ്മുടെ സ്കിന്നിലുള്ള ഇതെല്ലാം മാറ്റിയിട്ട് ഡൾനെസ്സും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റി സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നത്. ഈ മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ സ്കിന്നിനും ഐക്കും ഹെയറിനും ഒക്കെ കളർ കൊടുക്കുന്നത്. ഗ്ലൂട്ടത്തൈൻ എന്ന് പറയുന്ന സാധനം എടുക്കുമ്പോൾ മേ ബി നമ്മുടെ ഹെയർ ഒക്കെ നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സയൻറ്റിഫിക്കലി ഉള്ള പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് ഒരു സാധനം കണ്ടിന്യൂ ചെയ്യാതെ ഇരിക്കുക കേട്ടോ. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും ഒരു ഡൗട്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഈ പറഞ്ഞാൽ ആധികാരികമായി പറയാനൊന്നും പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷനൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം
നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം റേറ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഒരു 200-300 രൂപ കൊടുത്തൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറോട് ഒപ്പീനിയൻ കൂടി എടുത്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ ബെറ്റർ. ഇതിനകത്ത് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്, കാരണം നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറോട് ചോദിക്കുക എനിക്ക് ഇത് യൂസ് ചെയ്യാമോ, യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ളത് ചോദിക്കാം. അതിനുശേഷം മാത്രം യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ മേ ബി അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹെയർ മുഴുവൻ നരച്ചു പോയി നല്ലതായിട്ട് ഞാൻ പറയുന്നത്. ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം ഒരിക്കലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഒരു സാധനം നമ്മൾ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീന് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാം. നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ ചെയ്യുക. അതുപോലെ ഇത് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു ഡോക്ടറെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗൂഗിളിനകത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ജസ്റ്റ് അത് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് യൂസ് ചെയ്യാമോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ചോദിക്കാം. പിന്നെ ബ്രൈഡ്സിനെ ഒക്കെ സംബന്ധിച്ചിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം ഒരു ബ്രൈഡൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ്. എനിക്ക് 4000-6000 റുപ്പീസ് ഒക്കെ വരും മൊത്തം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു 3 months മുന്നേ ഗ്ലൂട്ടാത്തിന്റെ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്കിൻ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്ത് വെക്കാനും ബ്രൈറ്റൻ ആക്കി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അത് എനിക്ക് ഉറപ്പുണ്ട്. ഈ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടത് എവിടെയാണെന്നുള്ളത് ഷീക്ക് ന്യൂട്രിക്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ. കാരണം ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാം. വേണമെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ ഞാൻ സ്ക്രീനിൽ ഈ മെൻഷൻ ചെയ്യുന്ന എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ ഗ്ലൂട്ടത്തായിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ, അങ്ങനെ കമന്റ്സ് ഒന്നും എനിക്ക് വരാറില്ല, പിന്നെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ഡൗട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ റിപ്ലൈ തരാൻ ശ്രദ്ധിക്കാം. വലിയ രീതിയിൽ വർണ്ണിച്ച് പറയേണ്ട കാര്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ കയറി നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.